ഇന്ന് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ രാജൻ ബ്രദറിനെ ഓർക്കുകയാണ്. ഒരുപാട് സമ്പത്തുള്ളൊരു ഭവനത്തിൽ ജനിക്കുകയും വളരുകയും വലിയ വലിയ പഠനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത, ദൈവത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് അറിവ് സമ്പാദിച്ച ഒരു മനുഷ്യൻ വലിയ ബിസിനസ്സിൻ്റെ മേഖലകളിൽ നിന്നും ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല പ്രായത്തിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിനോട് കൂടെ സഭയ്ക്ക് വേണ്ടി ദൈവവേല ചെയ്യാനിറങ്ങിയ വലിയൊരു മനുഷ്യനാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയ രാജൻ ബ്രദർ. അദ്ദേഹം കഴിഞ്ഞ 2-ാം തീയതി ശനിയാഴ്ച എൻ്റെ മകള് സഭാവസ്ത്രം സ്വീകരിച്ചതിൻ്റെ കൃതജ്ഞതാബലി അർപ്പിക്കുന്ന ദിവസമായിരുന്നു. അന്ന് ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന, പത്തരയ്ക്കുള്ള പരിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ എത്തുകയും പരിശുദ്ധ കുർബാന പൂർണ്ണമായും നിരവധി വൈദികരുണ്ടായിരുന്നു. ആ കുർബാന പൂർണ്ണമായും പങ്കെടുത്തിട്ട് അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക്, അവിടെ നടക്കുന്ന ചെറിയൊരു വിരുന്നിനോട് ചേർന്നുള്ളൊരു പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിക്കണോ അതോ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയോ? എനിക്ക് ആയത്തിൽ കഴിച്ചാൽ മതി എന്നോട് പറഞ്ഞ് നേരെ കയറി ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ കയറിയിരുന്ന് അവിടെ വൈദികരുടെ സാന്നിധ്യത്തിൽ ആ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയവേദന ഉണ്ടാവുകയും ഹൃദയത്തിൽ വേദന അനുഭവപ്പെടുകയും തളരുകയും പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ അവിടുന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അത് വളരെ ഗുരുതരമായി നിൽക്കുകയും ഇന്ന് അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപിരിയുകയാണ് ചെയ്തത്. ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ഏറെക്കാലം ഓടിയൊരു മനുഷ്യൻ, നിരവധി ഭാഷകളിൽ ദൈവവചനം പ്രഘോഷിക്കാൻ അറിവ് കൊടുത്തൊരു മനുഷ്യൻ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലൊക്കെ അനന്യമായ കഴിവുകളോടെ വചനം പ്രഘോഷിച്ച് തൻ്റെ ജീവിതത്തെ നോക്കാതെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് 24 മണിക്കൂറും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആത്മാർത്ഥതയുള്ള ഒരു ദൈവ പുരുഷനായിരുന്നു രാജൻ ബ്രദർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരു വലിയ അറിവിൻ്റെ നിറകുടമായിരുന്നു. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്ത് സംശയം ചോദിച്ചാലും രാജൻ ബ്രദറിൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടാകും. അത്രയ്ക്ക് ആഴമേറിയ സഭയെക്കുറിച്ചും സഭാ സമൂഹത്തെക്കുറിച്ചും എന്തൊക്കെ ഈശോയെക്കുറിച്ചും ത്രിയേക ദൈവത്തെക്കുറിച്ചും ഒക്കെ ആഴമേറിയ അറിവുള്ള വലിയൊരു മനുഷ്യൻ. കഴിഞ്ഞ ദിവസം കേട്ടത് 97 തവണയേറ്റോ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ദീർഘ തവണ വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചിട്ടുള്ള വലിയൊരു അറിവിൻ്റെ നിറകുടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഹൃദയത്തിൽ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.